നമസ്കാരം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിലെ കാരയ്ക്കൽ ജില്ലയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ചൂട് ഉയരുകയാണ്. സാധാരണയായി 1-2 മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ചിരുന്ന BJP ഇത്തവണ 3 നിയമസഭാ സീറ്റുകൾ ലക്ഷ്യമിടുകയാണ്. കാരയ്ക്കലിൽ ആകെ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ NR കോൺഗ്രസുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച BJP 2 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. തിരുനല്ലാർ മണ്ഡലത്തിൽ വെറും 1380 വോട്ടുകൾക്കാണ് പാർട്ടി പരാജയപ്പെട്ടത്. TR പട്ടണത്തിൽ 5511 വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. ഈ ഫലങ്ങൾ BJPക്ക് ആത്മവിശ്വാസം നൽകിയെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇത്തവണ തിരുനല്ലാർ, നെരവി, TR പട്ടണം എന്നിവയ്ക്കൊപ്പം നെടുങ്ങാട് സംവരണ മണ്ഡലവും BJP ലക്ഷ്യമിടുന്നു എന്നാണ് സൂചന. നെടുങ്ങാട് പരമ്പരാഗതമായി NR കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് ഇവിടെ മത്സരം കൂടുതൽ ശ്രദ്ധ നേടാനിടയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉടൻ കാരയ്ക്കൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ജില്ലയിൽ വിവിധ പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. ഈ സന്ദർശനം പാർട്ടി പ്രവർത്തകരിൽ ആവേശം വർദ്ധിപ്പിക്കും എന്നാണ് BJP വിലയിരുത്തുന്നത്. പാർട്ടി ഇതിനകം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ബൂത്ത് തല യോഗങ്ങൾ, വീട് വീടായുള്ള സന്ദർശനം, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കൽ എന്നിവ നടത്തുന്നു. TR പട്ടണത്തിലും നെടുങ്ങാടിലും LED വാഹനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദർശനത്തിനു ശേഷം പ്രവർത്തകർ ജനങ്ങളോട് സംസാരിക്കുകയും പദ്ധതികൾക്കായി അപേക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം വിവിധ സമുദായ പ്രതിനിധികളുമായി BJP യോഗം നടത്തിയതായും പാർട്ടി പറയുന്നു. ജനങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങൾ കേട്ടതായും അവ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മൊത്തത്തിൽ കാരയ്ക്കലിൽ 3 സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് BJP. അമിത്ഷായുടെ സന്ദർശനവും ശക്തമായ പ്രചാരണവും ഈ ലക്ഷ്യം തന്നെയാണ് സാധ്യമാക്കുന്നത് എന്നാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. മൊത്തത്തിൽ കാരയ്ക്കലിൽ 3 സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് BJP. അമിത്ഷായുടെ സന്ദർശനവും ശക്തമായ പ്രചാരണവും ഈ ലക്ഷ്യം സാധ്യമാക്കും എന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.